സംസ്ഥാനത്ത് കോടതി ഫീസുകളിൽ വലിയ വർധനവ് നിശ്ചയിച്ചത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഇടയാക്കുമെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ. കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് കുടുംബ കോടതികളിൽ സാധാരണ ആളുകളാണ് സ്ത്രീകൾക്ക് അവരുടെ കഷ്ടപ്പെട്ട് പാരൻസ് സമ്പാദിച്ചു കൊടുക്കുന്ന 10-35 പവൻ 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മിനിമം ഉണ്ടാവേണ്ടതാണ് ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട്. അതിന്റെ ശതമാന കണക്കിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ അവസരത്തിൽ വലിയ ഭീമമായ സംഖ്യ കെട്ടിവെച്ച് സ്വർണം നഷ്ടപ്പെട്ടു, കുടുംബജീവിതം നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഈ ഭാരിച്ച കോടതി ഫീ വർധനവും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ചെക്ക് കേസുകളിലും കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളിലെയും ചെക്ക് കേസുകളിലെയും കോടതി ഫീസുകളിൽ നീതീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീമമായ വർധനവാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വർണവും പണവും ഉൾപ്പെടെയുള്ള മുതലുകൾ തിരിച്ചു കിട്ടാൻ കുടുംബ കോടതികളെ സമീപിക്കേണ്ട സാഹചര്യം വരുന്ന സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധമാണ് കോടതി ഫീസുകളിൽ വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. നീതി കിട്ടാൻ വൻതുക കോടതി ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നീതി നിഷേധത്തിന് വഴിവെക്കുകയും സമൂഹത്തിന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാർ അസോസിയേഷനും അഭിഭാഷക സംഘടനകളും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 6 രാവിലെ 11 മണി മുതൽ 11:15 വരെ അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MG അശോകൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P രാജേഷ് കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സോമൻ, ട്രഷറർ അഡ്വക്കേറ്റ് മുഹമ്മദ് ജാസിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെൻഷൻ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ